ഇവിടെ പിന്നെ അധികം ആളുകളും ഈ സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതാ നമ്മുടെ നാട്ടിലെ ഒരു ഗുഡ്സ് പോകുന്നാടാ ഗ്യാസും കൊണ്ട്. എടാ ഇതൊക്കെയാട്ടെ സ്കൂട്ടർ പറന്നു പോകുന്നത്. ഇതെല്ലാം ഇവിടെ അന്നേരം തന്നെ പൈസ കൊടുത്തിട്ട് എടുക്കുന്നതാണ്. നമ്മളെ ഗൾഫിലെ സിസ്റ്റം പോലെ ഒരു ആലിപ്പേന്റെ QR കോഡ് ഉണ്ടാവും, അതിലിങ്ങനെ 1 മണിക്കൂറിന് ഇത്ര പൈസ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് എടുക്കുന്നതാ. ഇവിടുത്തെ ഈ ഗുഡ്സ് കണ്ടപ്പോൾ ശരിക്കും നമ്മള് കേരളത്തിലോ ഇന്ത്യയിലായിട്ട് പോയൊരു ഫീൽ ആയി പോയിട്ടാ. പക്ഷെ അത് ഇലക്ട്രോണിക് ആണ്, പക്കാ ഇലക്ട്രോണിക്കാ. ഇവിടുത്തെ ബസ്സുകൾക്കെല്ലാം ഒരേ കളറാട്ടാ, സെയിം കളർ. പച്ച കത്തിയിട്ടുണ്ട്. ഇതാ ഈ സ്കൂട്ടർക്കാരുടേതാണ് പ്രശ്നം, ഇവര് നോക്കാണ്ടൊരു കയറ്റല. ഞാനും ഓനും കൂടി ഇപ്പൊ തട്ടിമുട്ടി പോവേനു. ഇതാ നമ്മൾ ഇവു മാർക്കറ്റ് എത്തി. ഇതാണ് ഇവു മാർക്കറ്റിലേക്ക് പോകുന്ന വഴി കേട്ടോ. അതൊക്കെയാട്ടെ ബിൽഡിംഗ് അല്ല എൻ്റെ മോനെ, എന്താ സൈസ് സംഭവം തന്നെയാട്ടാ ചൈന. ചൈന ഇല്ലെങ്കിൽ ലോകം ഇല്ലാന്ന് ഞാൻ 100 വട്ടം പറയുന്നുണ്ട്. മനസ്സിലായോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് ഇവിടെ വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ചൈന ഒന്നും നിങ്ങൾക്ക് കാണുമോ മനസ്സിലാവും ഒന്നും ചെയ്യൂല. പിന്നെ ഒരു വീഡിയോ എടുത്തു കാണിക്കുന്നു, കാരണം പൈസയും കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരില്ലേ, അവർ ഫോണിലൂടെ ചൈനയിലും എൻ്റെ കൂടെ തുർക്കിയിലും അവിടെ എല്ലാം വരട്ടെ എന്നുള്ളൊരു ആഗ്രഹം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ 5 പൈസ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് അയക്കുന്ന ഭയങ്കരമായിട്ട് പൈസ കിട്ടുന്നുണ്ട്, ഒന്നും കിട്ടാത്ത ഒരു നഷ്ടക്കച്ചവടമാണ്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് പോസ്റ്റ് ചെയ്യണം, അത്രയാണ്. അല്ല ഇത് ബസ്സിൻ്റെ നേരെ വേക്കിലായിപ്പോയല്ലോ. ബസ് എടുക്കാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇവു മാർക്കറ്റിൻ്റെ, ഇവുവിൻ്റെ സെയിം മാർക്കറ്റിൻ്റെ വ്യൂ കേട്ടോ. ഇവർ ഈ ബിൽഡിംഗ് കൊണ്ടുള്ള കളി പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ട് പോയിട്ട് യൂട്ടേൺ എടുക്കണം. ഓക്കെ ഏട്ടെ, ഓരോന്നിൻ്റെ മുകളിലെ വരി ഇട്ട് വെച്ചത്, അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട്. ഇത് യൂട്ടേൺ ആണ്. യൂട്ടേൺ ഓണാട്ടോ, നമുക്ക് പോവാം. ഇതിപ്പോൾ നമ്മൾ ദുബായിൽ നിന്നെല്ലാം യൂട്ടേൺ എടുക്കുന്ന ഒരു ഫീല്. അത് പിന്നെ അധികവും ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ് നമുക്ക് യൂട്ടേൺ കിട്ടുക, ദുബായിലും ഷാർജയിലല്ലോ. ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം എത്തി. നമ്മളിപ്പം അതിൻ്റെ ഓരോ ഉള്ളിൽ കയറാൻ പോകാം. ഇതൊക്കെയായിട്ട് ഇലക്ട്രിക് കാറുകൾ. ഞാൻ പറഞ്ഞില്ലേ ചൈനയിൽ വന്നാൽ കാറുകൾ വീഡിയോ എടുക്കാനും അത് കാണാനാ ഇവിടെ നേരമുള്ളൂ.